നമസ്കാരം. മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. അഴിമതി കഥകൾ ഓരോന്നായി CPM-നെ വലിഞ്ഞു മുറുക്കുന്നു. ഒരു വശത്ത് തെറ്റുതിരുത്തലും മറുവശത്ത് തെറ്റ് ചെയ്യലും. ഏരിയ സഖാവ് കോടീശ്വരനെങ്കിൽ സംസ്ഥാന സഖാവിന്റെ സമ്പത്ത് എത്രയായിരിക്കും? പരിശോധിക്കാം. ഭരണം എന്നത് എങ്ങനെയും പണം വാരിക്കൂട്ടാനുള്ള അവസരമായി കണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന CPM-ന്റെ സഖാക്കൾ. മാസങ്ങൾക്ക് മുമ്പ് മാസപ്പടി കേസിൽ പുറത്തുവന്ന മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ അഴിമതി കേസിൽ തുടങ്ങിയ സംഭവങ്ങൾ സംസ്ഥാനത്തെ പല ജില്ലകളിലെയും പാർട്ടി നേതാക്കളെ ചുറ്റിപ്പിണഞ്ഞ ഒടുവിൽ കാസർഗോഡ് ജില്ലയിലെ ഉദുമ ഏരിയ കമ്മിറ്റിയിലെ ഒരു സഖാവിന്റെ അടുക്കൽ എത്തി നിൽക്കുന്നു. ഈ ഏരിയ കമ്മിറ്റി അംഗം വരവിന്റെ എത്രയോ ഇരട്ടി സമ്പാദിച്ചു എന്നും ഇതിന്റെ പിന്നിലെ കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടത് ജില്ലയിലെ സഖാക്കൾ തന്നെയാണ്. ഒരു ജില്ലയിലെ ഏരിയ കമ്മിറ്റി അംഗം കോടീശ്വരനായി മാറിയെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ഭരണത്തിന്റെ തണലിൽ കുറഞ്ഞ പക്ഷം ശതകോടീശ്വരനെങ്കിലും ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. CPM-ൽ മാത്രമല്ല, കേരളത്തിന്റെ പൊതു അന്തരീക്ഷത്തിൽ ഇപ്പോൾ ഗൗരവമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് CPM നേതാക്കളുടെ പലതരത്തിലുള്ള അഴിമതി കഥകളും സാമ്പത്തിക തട്ടിപ്പുകളും തിരിമറികളും ഒക്കെയാണ്. ഓരോ തട്ടിപ്പ് കഥകളും പുറത്തു വരുമ്പോൾ പാർട്ടി സെക്രട്ടറിയും മറ്റ് നേതാക്കളും ഇപ്പോൾ തിരുത്തിക്കളയും എന്ന് ഉറക്കെ പറയുന്നുമുണ്ട്. എവിടെയാണ് തിരുത്തൽ നടക്കുന്നത് എന്ന് മാത്രം പൊതുജനത്തിന് പിടികിട്ടുന്നില്ല. അത്രയ്ക്ക് ദുർഘടമായ ഒരു അവസ്ഥയിലാണ് തൊഴിലാളി പാർട്ടി എന്ന് അഭിമാനിച്ചിരുന്ന കേരളത്തിലെ CPM. പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗമായി നിയമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് ഒരു CPM നേതാവ് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത കഥകൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പുറമെയാണ് ഇപ്പോൾ കാസർഗോഡ് നിന്ന് പുതിയ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. അവിടുത്തെ ഒരു ഏരിയ കമ്മിറ്റി അംഗം ആഡംബര രീതിയിലുള്ള 2 നില വീട് നിർമ്മിച്ചു. സ്വന്തം ജോലിക്ക് വേണ്ടി 50 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തു. ഇതിനു പുറമെയാണ് തൊഴിലാളി പാർട്ടിയുടെ നേതാവായ ഈ സഖാവ് സഞ്ചരിക്കുന്നത് 22 ലക്ഷം രൂപ വിലയുള്ള കാറിലും. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഉദുമയിലെ സാധാരണ പാർട്ടി പ്രവർത്തകർ ജില്ലാ നേതാക്കൾക്ക് പരാതി നൽകിയിരിക്കുകയാണ്. അവർ പ്രത്യക്ഷത്തിൽ ഒരു അന്വേഷണം നടത്തിയപ്പോൾ കുറ്റാരോപിതനായ സഖാവ് വരവിനേക്കാൾ വലിയ സ്വത്ത് സമ്പാദിച്ചതായി ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണത്തിന് ജില്ലാ കമ്മിറ്റി 3 പേരുടെ കമ്മീഷനെ വെച്ചിരിക്കുകയാണ്. ആരോപിക്കപ്പെട്ട സഖാവ് 2 വർഷം മുമ്പ് ബേക്കൽ കോട്ടയിൽ നടന്ന ബീച്ച് ഫെസ്റ്റിവലിൽ വാഹന പാർക്കിംഗ് ചുമതല ഏറ്റെടുക്കുകയും ഇതിൽ കിട്ടിയ തുക ബന്ധപ്പെട്ടവർക്ക് കൈമാറാതെ അടിച്ചുമാറ്റി എന്നുള്ള പരാതിയും അന്വേഷിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ്. പല ജില്ലകളിലുമായി CPM നേതാക്കൾ ഇടപെട്ട് നടത്തിയിട്ടുള്ള പലതരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളുടെ വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ വാർത്ത പുറത്തു വരുമ്പോഴും നേതാക്കൾ തെറ്റുതിരുത്തൽ വീരവാദം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. CPM സംസ്ഥാന നേതൃത്വത്തിൽ തുടങ്ങി പാർട്ടിയുടെ ഏറ്റവും താഴെയുള്ള ഘടകമായ ബ്രാഞ്ച് കമ്മിറ്റികളെ നിയന്ത്രിക്കുന്ന സഖാക്കൾ വരെ ഓരോ തരത്തിലുമുള്ള സാമ്പത്തിക തട്ടിപ്പുകളിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് പറയാവുന്ന സ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഇതിനു പുറമെയാണ് പിടിപ്പുകെട്ട രീതിയിൽ സംസ്ഥാന സർക്കാരിന്റെ ഭരണം തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി ബാധിച്ച സർക്കാരിന് ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രവർത്തനങ്ങളും ശൈലിയും ജനങ്ങളിൽ വലിയ അതൃപ്തി ഉണ്ടാക്കി എന്നത് പരസ്യമായ കാര്യം തന്നെയാണ്. ഇതൊക്കെ തിരിച്ചറിയുന്ന ചുരുക്കം ചില ആത്മാർത്ഥതയുള്ള CPM നേതാക്കൾ തെറ്റ് തിരുത്തിയില്ലെങ്കിൽ ഭാവിയിൽ കമ്മ്യൂണിസം പൂർണ്ണമായി തകരും എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗമായ മുൻ മന്ത്രി MA ബേബി കഴിഞ്ഞ ദിവസം സത്യസന്ധമായ വിലയിരുത്തൽ നടത്തി തെറ്റ് തിരുത്തുന്നു എന്ന് പറഞ്ഞാൽ പോരാ, അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുക തന്നെ ചെയ്യണമെന്നും അതല്ല എങ്കിൽ CPM പാർട്ടിയോട് അകന്നു നിൽക്കുന്ന സമൂഹം കൂടുതൽ അകലുന്ന സ്ഥിതി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചവരാണ് നല്ലൊരു വിഭാഗം CPM നേതാക്കൾ എന്ന രീതിയിലുള്ള ധാരണ പൊതുസമൂഹത്തിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി അടക്കം ഗൗരവകരമായ മാറ്റങ്ങൾക്കും തിരുത്തലുകൾക്കും തയ്യാറായില്ല എങ്കിൽ CPM-ന് അന്ത്യത്തിന്റെ തുടക്കമായിരിക്കും ഉണ്ടാവുക. താഴെത്തട്ടിലുള്ള സഖാക്കൾ പോലും കോടികളുടെ കണക്കുകൾ പറയാൻ ധൈര്യം കാണിക്കുമ്പോൾ പാർട്ടിയുടെ സംസ്ഥാന നേതൃനിരയിലുള്ളവരുടെ സ്വത്തും സമ്പാദ്യവും എത്രയോ വലിയതായിരിക്കും എന്ന സംശയവും ജനങ്ങൾക്കിടയിൽ പരന്നിട്ടുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹിത്വത്തിലുള്ള പല നേതാക്കളും വൻകിട മുടക്കുമുതലുള്ള വ്യവസായങ്ങളിൽ പങ്കാളികളാണ്. പല നേതാക്കളും താമസിക്കുന്ന വീടുകൾ കൊട്ടാര സദൃശ്യമായ ബംഗ്ലാവ് കണക്കെ ഉള്ളതാണ്. കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി ഇത്തരം ബംഗ്ലാവ് പണിയുന്നതിന് എവിടെ നിന്ന് ഈ നേതാക്കൾക്ക് പണം ലഭിച്ചു എന്ന ചോദ്യം ജനങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ കടന്നു വന്നിട്ടുള്ള ഭൂരിഭാഗം ആൾക്കാരും തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും കുടുംബങ്ങളിൽ നിന്നും വന്നവരാണ്. 2-3 പതിറ്റാണ്ട് കാലം രാഷ്ട്രീയം കളിച്ച് നടന്നാൽ
കോടീശ്വരന്റെ ഉയരത്തിലേക്ക് ഈ നേതാക്കൾ എങ്ങനെ കടന്നു ചെല്ലുന്നു എന്നത് പാർട്ടി തന്നെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ്. ഒരു കാര്യം ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ കൃത്യമായി പറയുവാൻ കഴിയും. ഇന്ന് കേരളത്തിലെ CPM-നെ നയിക്കുന്ന നേതാക്കളും ഇടതുപക്ഷ സർക്കാരിന്റെ ചുക്കാൻ പിടിക്കുന്നവരും നിലവിൽ സ്വീകരിച്ചിട്ടുള്ള പ്രവർത്തന ശൈലി മാറ്റുകയും ചെയ്ത തെറ്റുകൾ തിരുത്തുകയും ചെയ്തില്ല എങ്കിൽ കേരളത്തിൽ CPM പാർട്ടിയുടെ മരണമണി മുഴങ്ങുന്ന സ്ഥിതി ഉണ്ടാകുമെന്ന MA ബേബിയുടെ വാക്കുകൾ ഫലിക്കാനാണ് സാധ്യത. നന്ദി, നമസ്കാരം.